ഓൾ ഇന്ത്യ റൗണ്ട് 2 ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം ഓൾ ഇന്ത്യ റൗണ്ട് 2-ൽ നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്യുന്നത്, ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട്. നമുക്കിപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ കേരള അലോട്ട്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓടിപ്പോയിട്ട് ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് കേരളത്തിൽ കിട്ടില്ല, ഓൾ ഇന്ത്യ തന്നെയാണ് കിട്ടാൻ സാധ്യതയുള്ളത്. നമ്മുടെ ലാസ്റ്റ് റാങ്ക് പരിഗണിക്കുമ്പോൾ ഓൾ ഇന്ത്യ കിട്ടാനാണ് സാധ്യതയുള്ളതെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് 100% ഷുവർ ആയിട്ട് തീരെ റിസ്ക് എടുക്കാനൊന്നും താല്പര്യമില്ല, സേഫർ റൂട്ടിലൂടെ തന്നെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഓൾ ഇന്ത്യ സെക്കൻഡിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക. സീറ്റ് ഉറപ്പാവും. തേർഡ് റൗണ്ടിലേക്ക് അപ്ഗ്രേഡേഷൻ നോക്കാം. അപ്ഗ്രേഡേഷൻ കിട്ടുകയാണെങ്കിൽ അപ്ഗ്രേഡ് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കുറച്ചൊരു റിസ്ക് എടുക്കാം, കുറച്ചുകൂടി ബെറ്റർ കോളേജ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ആളാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നഷ്ടമാവും. മേ ബി 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ നഷ്ടമാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വീണ്ടും അടച്ചതിന് ശേഷം തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റ് കൊടുക്കാം. തേർഡ് റൗണ്ടിൽ ഈ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 99.9% തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. മേ ബി ഇപ്പോൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേറൊരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊരു കോളേജ് കിട്ടാനുള്ള സാധ്യത തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി സെക്കൻഡ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത ആൾക്കാർ അവരും പാനിക് ആവേണ്ടതില്ല. നമ്മുടെ ഒരു കട്ട് ഓഫ് റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തേർഡ് റൗണ്ടിലും ഫോർത്ത് റൗണ്ടിലായിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഓൾ ഇന്ത്യ റൗണ്ട് 2 ഇസ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് കമൻ്റ് ആയിട്ട് ഇട്ടോളൂ. എല്ലാ കമൻറ്റുകൾക്കും ആൻസറുകൾ വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും.